ഹലോ ഗായ്സ്, ജസ്റ്റ് കിട്ടിയും ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ചെമ്മീൻ മോമോസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ചെമ്മീൻ, അതുപോലെ മൈദ, ഉപ്പ്, വെള്ളം, സോയാ സോസ്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ സബോള, അതുപോലെ കുനുകുനിയെ അരിഞ്ഞിട്ടുള്ള നമ്മുടെ മല്ലിയില, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്. ഇതൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇവിടെ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വെച്ച ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം ചെമ്മീനായ കാര്യം നമുക്ക് വയറുവേദന എടുക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ലച്ചുമോനാണ് ഇവിടെ കുക്കിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ അമ്മയെ സഹായിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അവൾ പറഞ്ഞിട്ടാണ് മോമോസ് ഉണ്ടാക്കുന്നത്. കുക്ക് ചെയ്യാനുള്ള സന്തോഷത്തിലായ കാരണം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് തരുന്നില്ല. കാരണം ഇന്നാൾ വൈമാളി പോയപ്പോൾ ഞങ്ങൾ മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് കഴിച്ചിട്ട് മതിയായില്ല അമ്മ, അത് കാരണം അമ്മ എനിക്കൊന്ന് ഉണ്ടാക്കി താമര ഞങ്ങൾ കുഴിമന്തിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും സക്സസ് ആയാൽ നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത്. ചെമ്മീൻ വേവിക്കാൻ വെച്ച വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. നമുക്കത് ജാറിലൊന്ന് അടിച്ചെടുക്കാം. നന്നായി പൊടി പോലെ ഒന്നും അടിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. നമ്മൾ ചെമ്മീൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായത്, എന്നാലും കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് കൂടിയും ചേർക്കണം. നമ്മൾ മസാല കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആവശ്യത്തിന് എരിവുണ്ടായിരിക്കും, അതിനനുസരിച്ച് പാകത്തിൽ നമുക്ക് എരിവ് ചേർത്താൽ മതി. അടുത്ത് നമ്മൾ സോയാ സോസാണ് ഒഴിക്കുന്നത്. അപ്പോൾ വല്ലാണ്ട് അധികം ഒന്നും ഒഴിക്കേണ്ട, പാകത്തിന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ ഫില്ലിങ്ങൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴച്ചിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ചതിൽ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ പരത്തുമ്പോൾ ശരിക്കും ഷേപ്പ് വന്നിരുന്നില്ല. ഷേപ്പ് വന്നിരുന്നു, എന്നാലും ഒരു വിധത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ആ ടെൻഷനിലായിരുന്നു. അപ്പോൾ എനിക്കത് കാരണം അതിൻ്റെ ആ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ ഫില്ലൊക്കെ ആക്കി ആവിൽ നന്നായിട്ട് വേവിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ചമ്മന്തി സെറ്റാക്കി എടുക്കാം. അതിലേക്ക് ഒരു 3 തക്കാളി, ഒരു 4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് നന്നായി വെള്ളത്തിൽ വേവിച്ചെടുക്കണം. നമ്മൾ ഒരു സെറ്റ് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു ട്രിപ്പും കൂടി ഉണ്ട്. ഇനി അതുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അച്ഛനും മോളിൻ്റെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരെണ്ണം കൊണ്ടുപോയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടുണ്ടെന്നാണ് ചേട്ടൻ്റെ ലച്ചുവൊക്കെ പറഞ്ഞത് കേട്ടോ. വേറൊരു ടേസ്റ്റിനോട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക, അത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മോമോസ് വയ്ക്കുക. അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചട്നി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്കൊരു വേറൊരു ടേസ്റ്റാണ് വരാം കേട്ടോ. കാരണം ആ ചമ്മന്തിയൊക്കെ എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ മോമോസും ചമ്മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ചേട്ടൻ്റെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നും കൂടി സൂപ്പർ എന്നാണ് പറയുന്നത്. നമ്മൾ ലച്ചുമോനും പറഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.